പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷകനായ യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ വലിയ സ്നേഹത്തോടു കൂടി സ്വാഗതം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട് യേശുവിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞ് യേശുവിനെ ആഴത്തിൽ സ്നേഹിക്കാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് കൂടി ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് ശാലോം ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ച വട്ടാരച്ചനോർത്ത് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ബിനോയച്ചനും സാംസനച്ചനും എനിക്കും ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യാൻ ദൈവം കൃപ നൽകി. വലിയ കർത്താവിന്റെ കരുണയെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ഒരു ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയണത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10:17 ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധനൊരു ജ്വാലയായി മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവിന്റെ അഗ്നി വരുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട്, ഒരുപക്ഷെ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായി വ്യക്തിപരമായിട്ട് ഇടപെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ, പരിശുദ്ധാത്മാവേ, അപായേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. 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 യേശുവേ, യേശുവേ. അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. വിടുതലിനാത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിനാത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ശാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ശാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, ഇസ്രായേലിന്റെ പ്രകാശമേ, അഗ്നിയായി നിറയണമേ. ഓ ദൈവത്തിന്റെ ജ്വാലയെ, തീയായി ഞങ്ങളുടെ മേൽ മാറണമേ. കെട്ടുകൾ അഴിയട്ടെ, രോഗപീഠകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, അശുദ്ധി മാലിന്യങ്ങളെല്ലാം കഴുകി ഞങ്ങളെ വിടുവിക്കണമേ, വെടിപ്പുള്ളതാക്കണമേ, അഭിഷേകം ചെയ്യണമേ. യെശയ്യാ 10:17 അത്ഭുത അഭിഷേകം കൂട്ടായ്മയിലെ ഓരോ മക്കളുടെ മേലും കത്തി കത്തി പടരട്ടെ. പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. പരിശുദ്ധാത്മാവേ, ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, എന്നിൽ കത്തി പടരണമേ. മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. വൃത്തിൽ വന്നു വസിച്ചിടണേ. വൃത്തിൽ വന്നു വസിച്ചിടണേ. ഓ അഗ്നി അഭിഷേകമേ, അഗ്നി അഭിഷേകമേ. അഗ്നി അഭിഷേകമേ. ഓ പരിശുദ്ധാത്മാവേ, കാറ്റായി വീശണമേ. കാറ്റേ, കാറ്റായി വീശണമേ. കരങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേക രാജാവേ, കൃപയുടെ രാജാവേ, ഓരോ മകനെ സ്പർശിക്കണമേ. കർത്താവേ, മാരക രോഗങ്ങൾ യേശുനാമത്തിൽ മാറുന്ന അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. അപ്പോസ്തല പ്രവർത്തനം 16:14. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കർത്താവ് ലിദിയായുടെ ഹൃദയം തുറന്നു. ആമേൻ, ആമേൻ. ശാന്തമായിട്ട് എല്ലാവർക്കും ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ഇത്രയും അത്ഭുതകരമായിട്ടാണ് പല ജീവിതങ്ങൾ ഇടപെടുന്നത്. നമ്മൾ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയൊരു അത്ഭുതം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മിനി. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. മായാപുരി ഇടവകയിൽ നിന്നാണ്. ഡൽഹി മായാപുരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. 7 വർഷം മുമ്പ് എൻ്റെ മകളുടെ കാല് മുഴുവൻ ഒരു പാദത്തിൽ മൊത്തം ആണിയായിരുന്നു. 10-35 ആണി ഉണ്ടായിരുന്നു. അതിൽ ഒരാണി പഴുത്തിട്ട് കുഴിയായിരുന്നു, വലിയത് ഒരു കുഴിയായിട്ട് പഴുത്ത് വളരെയധികം മണവും ഉണ്ടായിരുന്നു. മകളുടെ കാലിൽ ആണി ഒരു 10-35 കാല് നിറച്ചു ആണിയായിരുന്നു അല്ലേ? അതെ. അത് അതുപോലെ ആണിയായിട്ട് വിഷമിച്ച് ഒരാണി അത് ഭയങ്കര വേഴ്സായി. അങ്ങനെ സ്മെല്ലും ഉണ്ടായിരുന്നു, ഫൗൾ സ്മെല്ല് ഉണ്ടായിരുന്നല്ലേ? പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും പിന്നെയും അത് ഉണ്ടായിക്കൊണ്ടിരുന്നു. കാല് വെച്ച് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അഭിഷേകാഗ്നി എല്ലാ ഞായറാഴ്ചയും കാണുന്ന ആളായിരുന്നു. അന്ന് എൻ്റെ മനസ്സിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തോന്നി ഒരു ഞായറാഴ്ച. അത് അഭിഷേകാഗ്നി കണ്ടു കഴിഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന വെഞ്ചരിച്ച എണ്ണ എടുത്ത് ഞാൻ അവളുടെ കാലിൽ പുരട്ടി. രാത്രിയിൽ അവൾ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ നോക്കുമ്പോൾ കാലിൽ ഒരു ആണിയുമില്ല, ഒരു കുഴിയുമില്ല. വർഷങ്ങളായി 10-35 ആണി, കാല് നിറച്ച് ആണി രോഗം ഉണ്ടായിരുന്ന മകൾ ഒറ്റ രാത്രി വെഞ്ചിരിച്ച എണ്ണ തൊട്ട് പ്രാർത്ഥിച്ച് അഭിഷേകത്തിന് വചനം കേട്ട് ആ രാത്രി ഈശോ ആ മകളെ സുഖപ്പെടുത്തി. പിന്നെ ഇതുവരെ കുഴപ്പം വന്നിട്ടില്ല, ഒരു കുഴപ്പവുമില്ല. അത് കഴിഞ്ഞ് കാല് വളരെ സ്മൂത്തായി. പിറ്റേ ദിവസം മുതൽ പിന്നീട് ആണി രോഗം ഉണ്ടായിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിന് 1000 ഈ ഒരു കാര്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് അട്ടപ്പാടി വന്ന് 5 ദിവസം ധ്യാനം കൂടി ഇന്ന് ഈ മകളിത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഇതുവരെ പിന്നെ വന്നിട്ടില്ല. 7 വർഷമായി പോയിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. 7 വർഷത്തുമായി ഇതുവരെ വന്നിട്ടില്ല. 7 വർഷമായിട്ട് ഹീലിംഗ് ആയിട്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഇതുവരെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി കർത്താവ് കടത്തിവിടുകയാണ്. നമ്മൾ പാടിയ പാട്ടിൽ പ്രാർത്ഥിച്ചതുപോലെ ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും
മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ശുശ്രൂഷ പങ്കെടുത്ത് നിങ്ങളുടെ മേൽ കുടികൊള്ളുന്ന ആവശ്യമില്ലാത്ത രോഗാണുക്കൾ യേശുനാമത്തിൽ നിർജീവമാകട്ടെ. ഹല്ലേലൂയ. Hallelujah. ആണിരോഗം മാറട്ടെ. ഹല്ലേലൂയ. Hallelujah. ക്യാൻസർ മാറട്ടെ. ഹല്ലേലൂയ. Hallelujah. ട്യൂമറുകളെല്ലാം ചുങ്ങിപ്പോട്ടെ യേശുനാമത്തിൽ. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ഒരുമിച്ച് കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനത്തിലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരുപക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ചിലർ വിജയിക്കും, ദൈവം ഇത് എന്നോട് പറയുന്നുണ്ടോ? ഒരുപക്ഷേ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഇപ്പോൾ പറയുന്നില്ലെങ്കിലും ഭാവിയിൽ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവ സമൂഹം, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ, നമ്മുടെ രൂപതകൾ, നമ്മുടെ മെത്രാന്മാർ, വൈദികർ, അവരെല്ലാം കൂടുതൽ അഭിഷേകത്തിലും കൃപയിലും വളരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലെ 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന മനോഹരമായൊരു സംഭവം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അധികം ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ച് ഞാൻ ബഹുമാനപ്പെട്ട സീവർഖാൻ മട്ടാലച്ചൻ്റെ അസിസ്റ്റൻ്റായി അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ആരംഭിച്ച ആദ്യ കാലങ്ങളിൽ എനിക്ക് ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു ഉപദേശം തന്നു. അത് ഈ ഉപദേശമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 6-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലെ ചില കാര്യങ്ങൾ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ട് അച്ഛൻ പറഞ്ഞു, ദൈവം നമ്മളെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ച് ശുശ്രൂഷാഭിഷേകം തരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷ നിരന്തരം വ്യാപരിക്കണം. ഇപ്പോൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷ നിരന്തരം വ്യാപരിക്കാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കളയണം. എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാനും വചന ശുശ്രൂഷ മുഴുകുവാനും അതിന് നല്ല സഹായികളായിട്ടുള്ള ആൾക്കാരെ ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് ഡീക്കന്മാരെ നിയോഗിച്ചതുപോലെ നമുക്ക് ഔദ്യോഗികമല്ലെങ്കിലും കുറച്ച് ശുശ്രൂഷകരനോട് നിയമിക്കണം. അപ്പോൾ ദൈവം അവരെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ ദൈവവചന ശുശ്രൂഷ മുഴുകാനും പറ്റും. ഇപ്പോൾ ഇതൊരു കാര്യം എനിക്ക് പട്ടം കെട്ടി 24 വർഷമായി. ഈ വർഷങ്ങളിലൊക്കെയും അച്ഛൻ അന്ന് പറഞ്ഞ 10-24 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. ഒരുപക്ഷെ നിങ്ങൾ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയത്ത് ഒരു സ്വർഗീയ ദൂത് നമ്മുടെ സഭകൾക്ക് ഉയർച്ച ഉണ്ടാകാൻ, ഇടവകൾക്ക് വളർച്ച ഉണ്ടാകാൻ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതിന് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതായത് ഒരു കംപ്ലയിൻറ്റ് വരികയാണ്, ഒരു പിറുപിറുപ്പ് വരികയാണ്. ആദിമസഭയിൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹെബ്രായ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഭാഷയുടെ പേരിൽ ഒരു കുഞ്ഞ് ഒരു അകൽച്ച അവർക്കുണ്ടായി. ഇന്നും അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പം കാണാം ഭാഷയുടെ പേരിൽ അകന്നിരിക്കുന്ന കത്തോലിക്കരുണ്ട്, അതുപോലെ തന്നെ ചില റീജിയൻ്റെ പേരിൽ അകന്നിരിക്കുന്നവരുണ്ട്, ചില റീത്തുകളുടെ പേരിൽ അങ്ങനെ അകന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പിറുപിറുപ്പ് ആദിമസഭയിലുണ്ടായ കാര്യം തന്നെയാണ്. ഒരിക്കലും വട്ടാച്ചൻ പറയുകയാണ്, ആദിമസഭയിലില്ലാത്ത ഒരു പ്രശ്നവും ഇന്നത്തെ സഭയിലില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആദിമസഭയിൽ ഒരു പിറുപിറുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപാട് ജ്ഞാനം കൊടുത്തു. അപ്പോൾ അപ്പസ്തോലന്മാർ ജനത്തെ വഴക്ക് പറയുകയോ ജനത്തെ പഴിക്കുകയോ അല്ല ചെയ്തത്. അപ്പസ്തോലന്മാർക്ക് മനസ്സിലായി, ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവർ ജനത്തെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തൊരു കാര്യം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർ എങ്ങനെയാണ് പറയണത്? അതുകൊണ്ട് 12 പേര് ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മൾ പലതരത്തിൽ ന്യായീകരണം നടത്തിയാലും അത് ശരിയല്ല. ദൈവത്തിന് വചനം പറയാണ്, അപ്പോസ്തലന്മാരിലൂടെ പറയുകയാണ്, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷ ചെയ്യുക. ഒരുപക്ഷെ അക്കൗണ്ടിങ് നടത്തുന്നതായിരിക്കും, അത് ഒരുപക്ഷെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതായിരിക്കും, പലതരത്തിലെ ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നതായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചന ശുശ്രൂഷ ഉപേക്ഷ കാണിച്ച് അങ്ങനത്തെ ശുശ്രൂഷയിലേക്ക് പോകുന്നത് ശരിയല്ല. അത് അപ്പസ്തോല പ്രബോധനമാണ്. ഹല്ലേലൂയ. അപ്പസ്തോലിക് ടീച്ചിങ് ആണത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് ഒരു ബോധ്യം ലഭിക്കണം. ഒരുപക്ഷെ നമ്മൾ ഇടവക്കാരായിരിക്കും, നമ്മൾ രൂപതാ കേന്ദ്രങ്ങളോട് ബന്ധപ്പെട്ടതിന് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോലന്മാർ പറയാണ്, ഞങ്ങളുടെ ഒരു വലിയൊരു കുറവ് എന്തായിരുന്നു? ഞങ്ങൾ കുറേ സമയം ഭക്ഷണമേശകളിൽ ശുശ്രൂഷ ചെയ്തു. ഞങ്ങൾ ശരിക്കും പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്നൊരു വാണിംഗ് ആണ് എന്ത്?
ഈ മുറുമുറുപ്പ്, ഈ പിറുപിറുപ്പ്, ഈ കംപ്ലൈൻസ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലപ്രവർത്തനം 6:3 അവർ പറയുകയാണ്, അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ, ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർക്ക് സുസമ്മതരായിരിക്കണം, ആത്മാവും വേണം, ജ്ഞാനവും വേണം. എന്നിട്ട് അപ്പോസ്തലന്മാർ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ 7 പേരെ നിങ്ങൾ നിങ്ങളുടെ ഇരുന്ന് കണ്ടുപിടിക്കുക, ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കുക. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കൈവപ്പിൻ്റെ ശക്തി, അപ്പോസ്തലന്മാരുടെ അംഗീകാരം, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പല സ്ഥലങ്ങളിലും അനേക കത്തോലിക്ക രൂപതകളിൽ അവർ പല കാര്യങ്ങളും അൽമാരി ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട എനിക്കറിയുന്ന ഒരു രൂപത, ആ രൂപതയിൽ അവിടുത്തെ ഫിനാൻസ് ഓഫീസർ, പ്രൊക്യുറേറ്റർ എന്നൊക്കെ പറയും, അൽമായനാണ്. അങ്ങനെ അവിടുത്തെ പല അങ്ങനത്തെ ഒരു ഫിനാൻസിൻ്റെ കാര്യങ്ങൾ നോക്കുക, ഭൂമിയുടെ കാര്യങ്ങൾ നോക്കുക, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ നോക്കുക, അതിനുവേണ്ടി അൽമാര ടീമുണ്ടാക്കി അവരാണ് ചെയ്യുന്നത്. അപ്പോൾ വൈദികരുടെ ഡ്യൂട്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും നിരന്തരം വചന ശുശ്രൂഷയിൽ വ്യാപരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ 4-ാമത്തെ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ കോറിയിടണം. അപ്പോസ്തലപ്രവർത്തനം 6:4, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം. വൈൽ വി ഫോർ അവർ പാർട്ട് വിൽ ഡിവോട്ട് അവർസെൽസ് ടു പ്രയർ ആൻഡ് ടു സെർവിങ് ദ വേർഡ്. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? പ്രാർത്ഥനയിൽ നിരന്തരം വ്യാപരിക്കണം, വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിക്കണം. ഇടയ്ക്കൊക്കെ ഫ്രീ കിട്ടുമ്പോൾ ബാക്കി പൈസ എണ്ണം പോകേണ്ട ആവശ്യമില്ല, ബാങ്കിൽ പോകേണ്ട, അതിന് പറമ്പിലെ പണിയൊന്നും നോക്കണ്ട, അങ്ങനെ കുറച്ച് സമയം കിട്ടുമ്പോൾ പോകേണ്ട ശുശ്രൂഷയല്ല വചന ശുശ്രൂഷ. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ഞങ്ങൾ നിരന്തരം വചന ശുശ്രൂഷയിൽ വ്യാപരിക്കുകയും ചെയ്യും. അപ്പസ്റ്റോലിക് ടീച്ചിങ് ആണത്. അപ്പസ്റ്റോലിക് അനോയിന്റിങ് കിട്ടിയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ഒരു വലിയ കോളിംഗ് അതാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവ് തൻ്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ സഭയിൽ ശക്തിപ്പെടും, പലതരത്തിലുള്ള വഴക്കുകൾ ശക്തിപ്പെടും, കംപ്ലയിൻസുകൾ ശക്തിപ്പെടും. അപ്പോൾ കംപ്ലയിൻസ് ഉണ്ടാകുന്ന ആൾക്കാരെ നമ്മൾ വഴക്ക് പറഞ്ഞിട്ടോ തെറി പറഞ്ഞിട്ടോ അവരിൽ മാറ്റം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാറ്റം ഉണ്ടാകേണ്ടത് ആർക്കാണെന്ന് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. കാരണം അവരിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് അവർ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ട അവർക്ക് മനസ്സിലായി, ഞങ്ങളെ ഈശോ വിളിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവ് രക്തം ചിന്തി ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അനേകർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ കർത്താവ് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കണം. ചുമ്മാ പ്രഘോഷിക്കാൻ പറ്റത്തില്ല, നിരന്തരമായ പ്രാർത്ഥന അത്യാവശ്യമാണ്. കണ്ടിന്യൂസ് പ്രയർ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ 2 കാര്യങ്ങൾക്കും നല്ല പ്രാധാന്യം കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ 7 പേരെ തിരഞ്ഞെടുക്കുക. അവരുടെ ഉത്തരവാദിത്തമാണ് അക്കൗണ്ടിങ് നോക്കുക, അവരുടെ ഉത്തരവാദിത്തമാണ് ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്യുക, അവരുടെ ഉത്തരവാദിത്തമാണ് ബാക്കി ഭൗതിക കാര്യങ്ങൾ ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ബെനഡിക്ട് 16 മാർപ്പാപ്പ റിട്ടയർ ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം നോമ്പ് കാലത്ത് സഭയിലുള്ള എല്ലാ മക്കൾക്കും ഒരു കത്തയച്ചു. ആ കത്തിൽ അദ്ദേഹം പറയണത്, ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റീസ് ഇവാഞ്ചലൈസേഷൻ, ദാറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ഏറ്റവും വലിയ ചാരിറ്റി എന്നുള്ളത്, ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് ഇവാഞ്ചലൈസേഷനാണ്. ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഇവാഞ്ചലൈസേഷനെ കുറിച്ചല്ല അദ്ദേഹം പറയണത്, ദൈവവചനം മുറിച്ചു കൊടുക്കുക എന്നുള്ള ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ. അതാണ് ഏറ്റവും വലിയ ചാരിറ്റി. കാരണം എല്ലാ കൃപകളുടെയും എല്ലാ സ്നേഹത്തിൻ്റെയും എല്ലാ നന്മയുടെയും ഉറവിടവുമായ ജീവിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് ആളുകളെ ആനയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഉപവിപ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം തൻ്റെ ആ റിട്ടയർമെൻറ്റിൻ്റെ ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ബോധ്യം ആഴപ്പെടുത്തി കൊടുത്തു. സഭയോട് അദ്ദേഹം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഇത്രയും കൊല്ലം സഭ ഭരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ദ ഗ്രേറ്റസ്റ്റ് ചാരിറ്റീസ് ഇവാഞ്ചലൈസേഷൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട അപ്പോസ്തലപ്രവർത്തനം 6:5 അപ്പോസ്തലന്മാരിങ്ങനെ ഇവരെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ബൈബിൾ പറയുകയാണ്, അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ്, പീലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കാനോസ്, തീമോൻ, പർമേനോസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളോവസ് എന്നിവരെ തിരഞ്ഞെടുത്തു. 7 ഡീക്കന്മാരെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ 7 ഡീക്കന്മാരുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചോ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 7 ഡീക്കന്മാരുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ നിങ്ങൾ കൈക്കാരനോ ഏതെങ്കിലുമൊക്കെ സഭയുടെ ഏതെങ്കിലുമൊക്കെ കുഞ്ഞ് ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ശുശ്രൂഷകനാണെങ്കിൽ 7 ഡീക്കന്മാരിൽ നിറഞ്ഞൊരു അനോയിന്റിംഗ് ഉണ്ട്, ഒരു അഭിഷേകമുണ്ട്, ഒരു കൃപയുണ്ട്.
അവരുടെ മധ്യസ്ഥ നേടി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് നല്ലതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അപ്പോൾ ഈ ഡീക്കന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഒപ്പം തന്നെ നല്ല ശക്തമായ വിശ്വാസം. എന്നിട്ട് ഇവര് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ട് അവരെ നിയോഗിക്കുകയാണ്. അവരെ അപ്പസ്തോലന്മാരുടെ മുമ്പിൽ നിർത്തി അവരെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു. തുടർന്ന് ബൈബിൾ പറയാണ്, ദൈവവചനം പ്രചരിക്കുകയും ജെറൂസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. ദൈവവചനം വ്യാപരിക്കാൻ, വളരാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഡീക്കന്മാരുടെ സർവീസ് അത്യന്താപേക്ഷിതമാണ്. അതെല്ലാ കാലഘട്ടത്തിലും സഭയിൽ അങ്ങനെയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലുമൊക്കെ വൈദികരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്ന അപ്പസ്തോലിക് അനോയിന്റിംഗ് ലഭിച്ച ആൾക്കാരുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവം വേറെ ആൾക്കാരെ ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യണം. അതിന് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അതിനവരെ അഭിഷേകം ചെയ്യണം, അവരെ അനുഗ്രഹിക്കണം, അവർക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. അങ്ങനെ ആ ശുശ്രൂഷ അവർ ചെയ്യുമ്പോൾ ദൈവവചനം പ്രചരിക്കും. ഇപ്പം നമ്മുടെ ഇടവകളിൽ ദൈവവചനം പ്രചരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ രൂപതകളിൽ ദൈവവചനം പ്രചരിക്കുന്നില്ലെങ്കിൽ ഒരു കാരണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഡീക്കന്മാരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് ശുശ്രൂഷ അവരെ ഏൽപ്പിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ കാലത്ത് 7 ഡീക്കന്മാരെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് പല സഭകളിലും ഡീക്കന്മാരുണ്ടായിരുന്നു. അത് പുരുഷന്മാർ മാത്രം, സ്ത്രീകളുണ്ടായിരുന്നു ഡീക്കനസസ് ആയിട്ട്. ഹല്ലേലൂയ. പൗലോസ്ലീഹ തൻ്റെ റോമാലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങളിൽ പൗലോസ്ലീഹായുടെ ശുശ്രൂഷകളിൽ പൗലോസ്ലീഹ ശക്തമായിട്ട് സഹായിച്ച ഒരു ഡീക്കനസിനെ കുറിച്ച്, സ്ത്രീയെക്കുറിച്ച്, ആ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. അതിനെങ്ങനെയാണ്, കെങ്ക്രയിലെ സഭയിൽ ശുശ്രൂഷികയായ നമ്മുടെ സഹോദരി ഫോയിബയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. അതായത് കെങ്ക്ര എന്ന് പറഞ്ഞ സ്ഥലത്തെ ശുശ്രൂഷക, ഡീക്കനസ് എന്നാണ് ഇംഗ്ലീഷിൽ, ഡിക്കൻ, ആ ഒരു ശുശ്രൂഷ എന്ന ഫോയിബയെ ഞാൻ നിങ്ങൾക്ക് ഭരമേൽപ്പിക്കുന്നു. പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായിട്ടുള്ള ജീവിതത്തിൻ്റെ മേഖലകളിൽ ആ സമാപന അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലോസ്ലീഹായെ ശുശ്രൂഷയിൽ സഹായിച്ച ഒരുപാട് ആളുകളുടെ പേര് പറയുമ്പോൾ ആദ്യമേ പറയുന്ന ആളുടെ പേര് ഈ സ്ത്രീയുടെ പേരാണ്. കാരണം അന്നത്തെ കാലത്ത് സ്ത്രീകൾ സജീവമായിട്ട് സഭയിലെ ശുശ്രൂഷകളിൽ വ്യാപൃതരായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 16:2 പറയാണ്, വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം. അവൾക്ക് ആവശ്യമുള്ള ഏതു കാര്യവും അവളെ സഹായിക്കണം. എന്തെന്നാൽ അവൾ പലരെയും എന്ന പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ കെങ്ക്രയിലെ ശുശ്രൂഷകയായ ഫോയിബയ്ക്ക് ദൈവം കൊടുത്ത വലിയൊരു കൃപയാണ് സഹായിക്കുക. പ്രിയപ്പെട്ട സഹോദരൻ, അവളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു, ബൈബിളിൽ എഴുതപ്പെട്ടു. വചനം കേൾക്കുന്ന ഒരുപക്ഷെ നിങ്ങൾ കാറ്റീസം ശുശ്രൂഷകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപതയിലത്തെയോ ഇടവുകളത്തെയോ ഫിനാൻസ് ശുശ്രൂഷ സഹായിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിസ്സാര കാര്യമല്ല പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതനുസരിച്ച് ദൈവത്തിൻ്റെ അപ്പസ്തോലിക് അനോയിന്റിംഗ് ലഭിച്ച വ്യക്തികൾ കൂടുതൽ സമയം പ്രാർത്ഥനയിലും കൂടുതൽ സമയം വചന ശുശ്രൂഷയിലും വ്യാപരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവവചനം പ്രചരിക്കും. ദൈവവചനം പ്രചരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഒപ്പം തന്നെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഇങ്ങനെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത ഈ ഡീക്കന്മാരിൽ 2 പേര് തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിശക്തമായ വചനപ്രഘോഷണ ശുശ്രൂഷ കൊണ്ട് നിറഞ്ഞ് എസ്തപ്പാനോസും പീലിപ്പോസും 2 പേരും അത്ഭുതകരമായ ശുശ്രൂഷ കൃപ കൊണ്ട് നിറഞ്ഞ് അവർ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. അതാണ് നമ്മൾ വായിക്കുന്നുണ്ട് 6-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഭക്ഷണമേശ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച വ്യക്തിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തെ കൂടുതൽ അഭിഷേകം ചെയ്ത് അദ്ദേഹം ജനമധ്യത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വലിയ ശുശ്രൂഷയും ചെയ്യാൻ ദൈവം നിയോഗിച്ചു. അദ്ദേഹം പ്രീച്ചിങ് മിനിസ്ട്രിയിലേക്ക് പ്രവേശിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിങ്ങൾക്കറിയാവുന്ന പോലെ രക്തസാക്ഷിയായിട്ട് മാറി. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുപോലെ തന്നെ പീലിപ്പോസ്, ഈശോയുടെ ശിഷ്യനായ അപ്പസ്തോലന്മാരിൽ ഒരാൾ പീലിപ്പോസ് അല്ല, 7 ഡീക്കന്മാരിൽ ഒരാളുടെ പേര് പീലിപ്പോസ് എന്നാണ്. ഫിലിപ്പ് ദ ഡീക്കൻ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഫിലിപ്പ് ദ ഡീക്കൻ അല്ലെങ്കിൽ ഫിലിപ്പ് ദി ഇവാഞ്ചലിസ്റ്റ്. വിവാഹം കഴിഞ്ഞ്
4 പെൺകുട്ടികളുണ്ടായിരുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസൻ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇതാ അപ്പോസ്തലപ്രവൃത്തി 8-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹമാണ് സമറിയയിലേക്ക് പോയി അദ്ദേഹം വചനം പ്രഘോഷിച്ചു. ബൈബിൾ പറഞ്ഞ അനേകം മുടന്തന്മാരും അനേകം രോഗികളും സൗഖ്യം പ്രാപിച്ചു. അതുപോലെ അത്ഭുത രോഗശാന്തി കൃപ നിറഞ്ഞ് രോഗശാന്തികളും ഡെലിവറൻസും അതുപോലെ പ്രീച്ചിങ്ങും ചെയ്ത് കർത്താവിൻ്റെ സഭയെ ശക്തിപ്പെടുത്താൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഭയിൽ നമ്മൾ ഡീക്കന്മാരുടെ പ്രത്യേകം 7 ഡീക്കന്മാരുടെ മധ്യസ്ഥം, അതോടൊപ്പം തന്നെ കെങ്കരയിലെ സഭയിലെ ശുശ്രൂഷകയായിട്ടുള്ള ഫോയിബയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ സഭകളിലും ദൈവത്തിൻ്റെ ആത്മാവ് കൂടുതൽ പ്രവർത്തിക്കാൻ, ദൈവജനം കൂടുതൽ പ്രചരിക്കാൻ, ധാരാളം വൈദികർക്കും അതുപോലെ തന്നെ അപ്പസ്തോലിക അഭിഷേകം ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്കെല്ലാം കൂടുതൽ സമയം പ്രാർത്ഥനയിലും അതുപോലെ കൂടുതൽ സമയം വചന പ്രഘോഷണത്തിലും മുഴുകാനുള്ള ഒരു അത്ഭുത അഭിഷേകം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഫാത്തിമ സഭയിൽ നിറഞ്ഞ ഈ ഒരു അഭിഷേകം നമ്മുടെ സഭയിൽ എല്ലാ സഭകളിലും, ലത്തീൻ സഭയിലും മലങ്കര സഭയിലും സിറോ മലബാർ സഭയിലും എല്ലാ സഭകളിലും അങ്ങനത്തെ കൂടുതൽ തുറവിയുണ്ടാകാനും അങ്ങനെ നല്ല നല്ല ഡീക്കന്മാർ, ഒരു ഔദ്യോഗികമായ ഡീക്കൻ എന്ന പോസ്റ്റൊന്നും ഇല്ലെങ്കിലും കൂടി പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആ ശുശ്രൂഷ, ശക്തമായ ശുശ്രൂഷ, സഭയുടെ ഒരുപാട് ഭൗതിക കാര്യങ്ങൾ ശക്തമായിട്ട് ഇടപെട്ട് വൈദികർക്കൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ വചനം ശുശ്രൂഷിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങളിടയ്ക്ക് പൊതുയോഗം കൂടുമ്പോഴൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രതിനിധി യോഗങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയണം. ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിച്ചും പ്രാർത്ഥിച്ചും പങ്കുവെച്ചും നമ്മൾ കർത്താവിൻ്റെ സഭയെ ശക്തമായിട്ട് വളർത്തണം. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. 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 നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ നമ്മൾ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ഒപ്പം തന്നെ നമ്മുടെ സഭകൾ, നമ്മളുടെ ഇടവകൾ, നമ്മുടെ ശുശ്രൂഷ മേഖലകൾ, നമ്മൾ പങ്കെടുക്കുന്ന ഓരോ ശുശ്രൂഷയെല്ലാം പരിശുദ്ധാത്മാവ് ധാരാളം അഭിഷേകം ചെയ്യട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോ പറഞ്ഞു കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, നമുക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്, സഭയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങളോടും നിമന്ത്രണങ്ങളോടും ഇൻസ്പിറേഷനോടും എല്ലാം വലിയ തുറവെ നമുക്ക് ആഴത്തിലുണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച് 2 കരങ്ങളും ഉയർത്തി നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ 7 വിശുദ്ധരായ ഡീക്കന്മാർ, അപ്പം സഭയിൽ ശുശ്രൂഷ ചെയ്ത് മരിച്ചുപോയ ഡീക്കനസസ് എല്ലാവരുടെയും വലിയ പ്രാർത്ഥനകളിലേക്ക് നമ്മളെയും നമ്മുടെ ഇടവക സമൂഹങ്ങളെയും നമ്മുടെ ശുശ്രൂഷ മേഖലയെല്ലാം സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവേ. ദൈവാരൂപിയേ, രണ്ട് കരങ്ങളും ഉയർത്തി വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ ആരാധന, ദൈവാരൂപിയേ ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും